പ്രൈസ് ദ ലോർഡ്. വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഇന്നീ ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ഒരുക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 46 തുടങ്ങിയുള്ള തിരുവചനത്തിൽ വചനം പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരേക്കാളും ചെറിയവനാകണം. അവരുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കിയ ഈശോ ശിഷ്യർ തന്നിൽ ആരാണ് വലിയവൻ എന്ന് തമ്മിൽ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ അവരുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഒരു ശിശുവിനെ എടുത്ത് ഈശോ അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ദൈവ സ്വഭാവം എന്ന് പറയുന്നത് ശിശു സഹജമാണ്, നിഷ്കളങ്കമാണ്. അതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന ഉത്കണ്ഠകൾ, ഭാരങ്ങൾ എങ്ങനെ ഉളവാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹൃദയത്തിലുള്ള തിന്മയുടെ ആധിപത്യം, അതായത് അഹങ്കാരം, സ്വാർത്ഥത, പിടിവാശി, വെറുപ്പ്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ ദൈവകൃപയുടെ താളം തെറ്റിക്കുകയും നമ്മൾ വലിയ ദുഃഖത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കിട്ട് നിരവധി നാളുകൾ അവർ പിണങ്ങി മാറി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ഞങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളറിയാം, നമ്മളെല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നവരാണ്. ബലിയിൽ നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? ഈശോയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈശോ അത്രമാത്രം ചെറുതായി തിരുവോസ്തിയായി നമ്മളിലേക്ക് വരാനായിട്ട് തന്നെ എളിമപ്പെടുത്തിയപ്പോൾ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ നിഷ്കളങ്കമായ ഒരു മനോഭാവമില്ലാതെ അഹങ്കാരത്തോടെ, സ്വാർത്ഥതയോടെ, വലിയ വിദ്വേഷത്തോടു കൂടെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, ഒരുവനെ അശുദ്ധനാക്കുന്നത് പുറമേ നിന്ന് വരുന്നതല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്നാണ് ദുഷ്ചിന്ത, പരദൂഷണം, കൊലപാതകം, വ്യഭിചാരം പുറപ്പെടുന്നത്. അപ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, അവരുടെ ഹൃദയ വിചാരങ്ങളെ കർത്താവ് മനസ്സിലാക്കി. അവരെന്തിനെക്കുറിച്ച് തർക്കിക്കുന്നു, അവരെന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അവരെന്താഗ്രഹിക്കുന്നു എന്നത് കർത്താവ് അവരുടെ ഹൃദയ വിചാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ കർത്താവ് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പരിശോധിക്കുന്നവരാണ്. നമ്മൾ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ നമ്മുടെ ഹൃദയം എളിമപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി ശൂന്യമാക്കുന്നില്ലെങ്കിൽ, നമ്മൾ പലതും വെട്ടിപ്പിടിക്കാനുള്ള മനോഭാവത്തിൽ, ഞാനെന്ന അഹങ്കാരത്തിൽ, ഞാനെന്ന വ്യക്തി എന്ന ഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവകൃപക്കല്ല അടിമയാകുന്നത്, സാത്താൻ്റെ തിന്മയ്ക്കാണ് നമ്മൾ അടിമയായി മാറുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 7 തുടങ്ങിയുള്ള തിരുവചനത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം നിലനിൽക്കുന്നെങ്കിൽ എനിക്കൊരിക്കലും കർത്താവിനെ തൃപ്തിപ്പെടുത്താനായിട്ട്, കർത്താവിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ല. എൻ്റെ കുടുംബത്തെ, എൻ്റെ സമൂഹത്തെ, ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളെ ഒരിക്കലും സന്തോഷത്തിലേക്ക് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഒരുപക്ഷെ ഞാനെന്ന വ്യക്തി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം,
ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ആളായിരിക്കാം. എന്നാൽ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കാരത്തിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ബലിയർപ്പണം കൊണ്ട് ഒരു ഗുണവും എനിക്കുണ്ടാകുകയില്ല. അനീതിയും അഹങ്കാരവും അത്യാഗ്രഹവും ഇവ മൂലം സാമ്രാജ്യം നഷ്ടമാകും, കൈമാറ്റപ്പെടും. സാമ്രാജ്യം കൈമാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുവൻ്റെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ്, മറ്റുള്ളവനേക്കാളും കൂടുതലായി ഞാൻ വളരണം, മറ്റുള്ളവനുള്ളതിനേക്കാൾ കൂടുതലായി എനിക്കുണ്ടാകണം, അവനിരിക്കുന്നതിനേക്കാൾ മുകളിൽ ഞാൻ ഇരിക്കണം എന്ന ഒരു ധാരണ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ച ധാരണ അതല്ല. ഈശോ പഠിപ്പിച്ചത് തന്നെ തന്നെ ശൂന്യനാക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമ്മളോട് സ്വീകരിക്കാൻ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പി ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ഏത് മനോഭാവം? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു മനോഭാവം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ മനോഭാവം, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന തരത്തിൽ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ എന്തിനു വേണ്ടിയുള്ളതാണ് ഈ മത്സരമെന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. എൻ്റെ മനസ്സിൽ തിന്മയുടെ ഒരു അരൂപി എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയാണ്. നിനക്ക് അതാകണ്ടേ, നിനക്ക് അങ്ങനെ ആവണ്ടേ, നിനക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ്ടേ, നിനക്ക് വളരണ്ടേ, നിനക്ക് പേരുണ്ടാകണ്ടേ, നിനക്ക് പ്രശസ്തി ഉണ്ടാകണ്ടേ, മറ്റുള്ളവരെ പോലെ നിനക്ക് വളരണ്ടേ എന്നൊക്കെ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഏതോ ഒരു അരൂപി എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി. ഉടനെ ഞാൻ എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ബഹുമാനപ്പെട്ട വൈദികനടുത്ത് ചെന്ന് ഞാനൊന്ന് കുമ്പസാരിച്ചു. എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളതിനേക്കാളും എല്ലാവരെക്കാളും വലുതാകണം എന്നൊരു മനോഭാവം എനിക്ക് വളരുന്നു. എനിക്ക് ഇനിയും പലത് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു, എനിക്ക് വലിയ അസ്വസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കുമ്പസാരത്തിൽ എൻ്റെ എല്ലാ ബലഹീനതകളും ഞാൻ ഏറ്റുപറഞ്ഞു. അതിനുശേഷം ദിവ്യബലിക്ക് നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ധ്യാന അനുഭവത്തിൽ വന്നത്? നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നീ പ്രാർത്ഥിക്കുന്നതും നീ ധ്യാനം കൂടുന്നതും നീ ദൈവവചനം സ്വീകരിക്കുന്നതും എനിക്ക് വേണ്ടിയല്ലേ, എന്നെ സ്വീകരിക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കുദാശയിലൂടെ, ഈ കുർബാനയിലൂടെ, തിരുവോസ്തിയിലൂടെ ഞാൻ എന്നെ തന്നെയല്ലേ നിനക്ക് തരുന്നത് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനം മുഴുവനും യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. ഈ ദിവസത്തെ ജീവിതം, ഈ ദിവസത്തെ മണിക്കൂറുകൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പലതും നേടിയെടുക്കാൻ വേണ്ടിയല്ല കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തേണ്ടത്. ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മത്സരിക്കേണ്ടത് കർത്താവിന് വേണ്ടിയിട്ടാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ കൂടെ ജീവിക്കാൻ തക്ക വിധത്തിലുള്ള മനോഭാവം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എത്ര പേരാണ് മരണത്തെ ഓർത്ത്, വരാനിരിക്കുന്ന പീഡകളെ ഓർത്ത് സന്തോഷിക്കുന്നത്? നമുക്ക് എത്ര പേർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആകുലതകളെ ഓർത്ത് എത്രയോ പേർക്ക് ഇന്ന് ഭയമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരോട് സംസാരിക്കുമ്പോൾ മിക്കവരുടെയും ഹൃദയത്തിൽ, ഒത്തിരി മനുഷ്യരുടെ ഹൃദയത്തിൽ ഇന്ന് ഉള്ളത് ഭയമാണ്. മരണത്തെയുള്ള ഭയം, നഷ്ടങ്ങൾ വരുമോ എന്നുള്ള ഭയം, തകർന്നു പോകുമോ എന്നുള്ള ഭയം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഒരു വ്യക്തിയും ദീർഘകാലം ജീവിച്ചിരിക്കുകയില്ല. ദൈവഹിത പ്രകാരം മാത്രമേ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ജീവിക്കാൻ, മരിക്കുന്നത് കർത്താവിന് വേണ്ടി മരിക്കാൻ, ചലിക്കുന്നത് കർത്താവിന് വേണ്ടി ചലിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തായിരിക്കുന്നുവോ
ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ നമ്മളാണ് നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരി ഒരിക്കലും വിജയത്തിലെത്തുകയില്ല. അവൻ തകർന്നു പോവും. അവൻ്റെ ആധിപത്യം, അവൻ്റെ സമ്പന്നത, അവൻ എന്ത് നേടുന്നുവോ അതവൻ തകർത്ത് കളയും. വചനം പറയുന്നു, അനീതിയും അഹങ്കാരവും അത്യാഗ്രഹവും ഇവ മൂലം അവൻ നശിച്ചു പോകും. അവൻ്റെ രാജ്യത്വം അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, 2 സാമുവേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാവീദ് രാജാവ് കർത്താവിൻ്റെ പേടകത്തെ വഹിച്ചുകൊണ്ട് തൻ്റെ പട്ടണത്തിലേക്ക് വരുന്ന സമയത്ത് രാജവസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ വളരെ നിസാരനായി ഒരു ശിശുഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ട മിഖയാൽ തൻ്റെ ഭാര്യ ഇത് കണ്ട് ദാവീദ് രാജാവിനെ പരിഹസിക്കുന്നുണ്ട്. രാജാവിനോട് തൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ അതിനുശേഷം മിഖയാലിന് പിന്നെ പ്രസവിച്ചില്ല. അവൾ മരണം വരെ പ്രസവിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ അവളിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ അഹങ്കരിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധി സ്വാർത്ഥതയോടെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം നമുക്ക് വലിയ ഭാരമുള്ളതായിരിക്കാം. നമ്മളിന്ന് കാണുന്നുണ്ട്, പലപ്പോഴും റോഡുകളിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ഇതാണ്, മറ്റൊരുവനെ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ വാഹനത്തിലൊക്കെ വരുന്ന സമയത്ത് ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് അവരെന്നെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം എടുത്തു കൊണ്ടുപോകുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, അവൻ്റെ പിന്നിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവൻ്റെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതൊന്നും നോക്കാതെ അവരന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി എന്നുള്ള ഒരു ധാരണയിൽ പ്രിയപ്പെട്ടവരെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി പേരെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ അതിലൊരാൾ നമ്മൾ തന്നെ ആയിരിക്കാം. നമ്മൾ ചിന്തിക്കുക, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട് മറ്റൊരു വ്യക്തി കരയുന്നുണ്ടെങ്കിൽ, ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്നിലുള്ള അഹന്തയാണ്, എന്നിലുള്ള അഹങ്കാരമാണ്, എന്നിലുള്ള തിന്മയാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഇന്ന് ഞാൻ എന്തായി തീരണം? ഇന്ന് ഞാൻ ഏതവസ്ഥയിൽ നിൽക്കുന്നു? ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നു? കർത്താവേ, ഇന്നത്തെ എൻ്റെ മനോഭാവം എന്താണ്? ഇന്നത്തെ എൻ്റെ ശൈലി എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സമൂഹത്തോട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഞാൻ എന്താണ് പെരുമാറുന്നത്? ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആഴത്തിൽ ചിന്തിക്കണം. കർത്താവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഹൃദയം തുറക്കാനായിട്ട് പരിശ്രമിക്കണം. ഞങ്ങൾ ഓർക്കുകയാണ്, ഒരു വ്യക്തി വലിയ മദ്യപാനിയാണ്. ഈ വ്യക്തിയുടെ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ അസ്വസ്ഥതയുണ്ടായി. ഞാൻ ചിന്തിക്കുകയാണ്, ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ആ വ്യക്തിയെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നു. ചെളിയിൽ കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് ഓടിച്ചെന്നുകൊണ്ട് ആ ചെളിയിൽ നിന്ന് പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് അവന് സ്നേഹചുംബനങ്ങൾ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് അതേ സ്ഥലത്ത് തന്നെ 2 കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയും ഞാൻ കണ്ടു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ, അവനേക്കാൾ എത്രയോ അധികമായി ഞാൻ പ്രാർത്ഥിച്ചു, അവരെക്കാൾ എത്രയോ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നീ ഇടപെടാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, ഞാൻ വന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന്, ഞാൻ വന്നത് തകർന്നു കിടക്കുന്നവന് വേണ്ടിയിട്ടാണെന്ന്, ഞാൻ വന്നത് രക്ഷിക്കാനാണ്, ഞാൻ വന്നത് സൗഖ്യപ്പെടുത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയം ഇത്തരത്തിലുള്ള തിന്മകൾക്ക് അടിമയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ സൗഖ്യമുണ്ട്. അവനിലേക്കൊന്ന് തിരിയാൻ, അവനെ ഒന്ന് വിളിച്ചാൽ ആ സമയം കർത്താവ് അവൻ്റെ അടുത്ത് ഓടി വരും. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിനോട്, ആ ദർശനത്തിൽ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, അവൻ എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ എടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിനെ വിളിക്കുമ്പോൾ, നമ്മളും കർത്താവിലേക്ക് ഹൃദയമൊന്ന് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എളിമപ്പെട്ടിരിക്കണം, നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിട്ടിരിക്കണം. ലേവി തൻ്റെ വീട്ടിലൊരു വിരുന്നൊരുക്കി.
ആ സമയത്ത് ഒത്തിരി പേര് ആ വിരുന്നിലേക്ക് വന്നു, ഒത്തിരി ചുങ്കക്കാർ വന്നു, ഒത്തിരി പാപികൾ വന്നു. ആ കൂട്ടത്തിൽ കുറച്ച് പേര് ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ ഈ പാപിയായ ചുങ്കക്കാരൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വിരുന്ന് സൽക്കാരത്തിൽ ഇരിക്കുന്നത് ഇവൻ ആരാണ്? ഇവനെന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇവൻ ദൈവപുത്രനാണോ? ഇവൻ നീതിമാനാണോ? എന്തുകൊണ്ടൊരു പാപിയുമായിട്ട് ഇവൻ കൂട്ടുചേരുന്നു എന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ചിന്തകളെ മനസ്സിലാക്കി, അവരുടെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കിയ കർത്താവ് അവിടെ നിന്ന് ചോദിച്ചു, നീ എനിക്ക് എന്ത് ചെയ്തു തന്നു എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ അവിടെ അല്പം സുഗന്ധ തൈലവുമായി വന്ന് കർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് അവൻ്റെ കാലുകളിൽ കണ്ണുനീര് കൊണ്ട് കഴുകി അവൻ്റെ തലമുടിയിൽ തൈലം പൂശിക്കൊണ്ടിരിക്കുമ്പോൾ ലേവി അവിടെ നിന്ന് എഴുന്നേറ്റു. ലേവിക്ക് മനസ്സിലായി, കർത്താവിന് വേണ്ടത് വിരുന്ന് സൽക്കാരങ്ങളല്ല, കർത്താവിന് വേണ്ടത് നുറുങ്ങുന്ന ഹൃദയമാണ്, കർത്താവിന് വേണ്ടത് ഒരു സമർപ്പണമാണ്. എൻ്റെ ഏറ്റുപറച്ചിലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തായി തീരണമെന്ന് വെച്ചാൽ ഞാൻ കർത്താവിൻ്റെതായി തീരണം. ഞാൻ എന്താകണമെന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെതായി മാറണം. ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളിൽ എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തു തന്നെ നേടിയെന്ന് പറഞ്ഞാലും അവസാന മണിക്കൂറിൽ കർത്താവിൻ്റെ ഒരു കുരിശു രൂപമല്ലാതെ നമ്മുടെ കൈകളിൽ മറ്റൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ കാണുന്നുണ്ട് അനേകരുടെ ജീവിതം ഒത്തിരി അഹങ്കാരത്തോടെ, ഒത്തിരി ആഡംബരത്തോടെ എല്ലാം കിട്ടിയെന്ന് മതിമറന്ന് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രം അവർക്ക് നഷ്ടപ്പെടുന്നു, കർത്താവെന്ന സത്യത്തെ, രക്ഷകനായ ദൈവത്തെ അവർ മറന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നലകളിൽ ഒത്തിരി തകർച്ചയുടെ നാളുകളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്, ഈശോ. ആ ഈശോയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കണം. ആ ഈശോയെ നമ്മൾ മറന്നു പോകരുത്. മരണം വരെ അവൻ്റെ കൈ പിടിച്ച് അവനോട് ചേർന്ന് നടക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. അതിനുവേണ്ടി ഈ ലോകത്തിൻ്റെ ശൈലിയല്ല നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ എടുക്കണം. ലോകം മാറിക്കൊണ്ടിരിക്കും, ലോകത്തിൻ്റെ ചിന്തകളും ഇഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കും, ലോകം സുഖത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നു, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. നമ്മൾ ജീവിക്കേണ്ടത് ദൈവ വചനത്തെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരാൻ, നിത്യജീവൻ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഞാൻ എന്ത് നേടി? ഈ കാലഘട്ടം മുഴുവൻ ജീവിച്ചിട്ട് ഞാൻ എന്ത് സമ്പാദിച്ചു? ഞാൻ എന്താണ് നേടിയത്? എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാൻ ഇന്ന് എനിക്കൊരു വ്യക്തിത്വമുണ്ടോ? ഞാൻ രൂപപ്പെട്ടോ? ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ കുമ്പസാരങ്ങൾ കഴിയുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഓരോ കുമ്പസാരങ്ങളിൽ ചെന്ന് പറഞ്ഞ പാപം തന്നെ വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നെങ്കിൽ അതിൽ നിന്ന് നിനക്ക് മോചനം കിട്ടിയിട്ടില്ല, നീ ആ പാപത്തിന് അടിമയാണ്. അതെന്തുകൊണ്ടാണ്? ഈ ലോകത്തോടുള്ള മൈത്രിയാണ് ദൈവത്തോട് ശത്രുത ഉളവാക്കുന്നത്. ഈ ലോകത്തോടുള്ള താല്പര്യം, ഈ ലോകത്തോടുള്ള സുഖം, ഈ ലോകത്തോടുള്ള സന്തോഷം, ഈ ലോകത്തിൽ നിന്ന് കിട്ടാനുള്ള ആ ആഗ്രഹങ്ങളൊക്കെല്ലാം നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും, നമ്മളെ പാപത്തിന് അടിമയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. ഇന്ന് കർത്താവിനോട് ചോദിക്കണം, കർത്താവെ, എനിക്ക് നിലനിൽക്കാനുള്ള വരം, എനിക്ക് നിലനിൽപ്പിൻ്റെ വരം കർത്താവെ അങ്ങെനിക്ക് തരണമേ. എനിക്ക് വളരാനുള്ള അഭിഷേകം തരണമേ. കർത്താവെ, ദൈവവചനം പാലിക്കാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താണ്? ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവെ, എനിക്കത് ചെയ്തു തന്നില്ലല്ലോ, കർത്താവ് എനിക്കിത് ചെയ്തു തരണമേ, എനിക്ക് ആ രോഗം മാറ്റിത്തരണമേ, എനിക്ക് ഈ രോഗം മാറ്റിത്തരണമേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ഹൃദയം എളിമപ്പെട്ട് തന്നെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കേണ്ടത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ചങ്ങലകൾ അടിച്ചുകൊണ്ട് അവർ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ സമയത്തിൽ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ, കാരാഗ്രഹവാതിലുകൾ നമുക്ക് മുമ്പ് അടയപ്പെടുമ്പോൾ, പടയാളികൾ നമുക്ക് കാവൽ നിൽക്കുമ്പോൾ, കഷ്ടത നമ്മുടെ മേൽ കരകവിഞ്ഞൊഴുകുമ്പോൾ നമ്മൾ ഇതെന്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞ് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ആകുലതയിലേക്കും വീഴാനുള്ളവരല്ല. പിന്നെയോ, നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്.
പൗലോസും സീലാസും ആ ദിവസങ്ങളിൽ അവർ തങ്ങളുടെ കരങ്ങളിൽ കിടക്കുന്ന ചങ്ങലകൾ നോക്കിക്കൊണ്ട് അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ ചങ്ങലകൾ ഞങ്ങളുടെ കരങ്ങളിൽ വീണത്, ഈ ചങ്ങലകൾ ഞങ്ങളുടെ കരങ്ങളിൽ ഇട്ട് തന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ വേണ്ടിയിട്ടാണ്. ഈ കാരാഗ്രഹത്തിലേക്ക് ഞങ്ങളെ ഇട്ട് തന്നത് കർത്താവെ, നിൻ്റെ പദ്ധതി നിറവേറാൻ വേണ്ടിയിട്ടാണ്. നിനക്കൊരു പ്രവൃത്തി ഈ കാരാഗ്രഹത്തിൽ, ഈ ദേശത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അടിമകളെ പോലെ ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഈ കഷ്ടതകളെ ഓർത്ത്, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരണമെങ്കിൽ നമ്മളും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറണം. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഹൃദയം എളിമപ്പെടാതെ നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ കുർബാനകളിൽ നമ്മുടെ മനോഭാവം തന്നെ എന്താണ്? ഞാൻ ഇന്ന് പല സ്ഥലങ്ങളിലും കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ലാഘവത്തോടെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, കർത്താവിനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശക്തിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ ഒരു അബോധാവസ്ഥയിൽ, ഒരു ലാഘവുമില്ലാതെ, എന്തിനോ വേണ്ടി നോക്കി നിൽക്കുന്നത് പോലെ, ഒരു വികാരവുമില്ലാതെ, ഒരു അനുതാപവുമില്ലാതെ, ഒരു സ്നേഹവുമില്ലാതെ കർത്താവിനെ സ്വീകരിച്ചു പോകുന്ന അനേകരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവഭയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ശരിയാണ് എന്നുള്ള ധാരണ അവരെ കീഴ്പ്പെടുത്തി. എനിക്കെല്ലാം കിട്ടി എന്നുള്ള ധാരണ അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്ന് അനേകർ വിശുദ്ധ കുർബാനയ്ക്ക് പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. വിശുദ്ധ കുർബാനയിൽ എങ്ങനെ നിൽക്കണം, ഏത് രീതി നിൽക്കണമെന്ന്. കുർബാനയിൽ തന്നെ നിൽക്കേണ്ടത് എവിടെയാണ്? ഈശോ അൽത്താരോട് ചേർന്ന് നിൽക്കണം. അതല്ലാതെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക, അവിടെ നിന്ന് വർത്തമാനം പറയുക, മറ്റു കാര്യങ്ങൾ ഫോണിലുമായിട്ട് പുറത്തോട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യപ്പെടുന്നതല്ല. ദൈവസന്നിധിയിൽ ഇതൊന്നും സ്വീകാര്യപ്പെടുന്നതല്ല. അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനർത്ഥം എൻ്റെ ഹൃദയത്തിൽ ദൈവഭയമില്ല, എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല, ഞാനിന്ന് അഹങ്കാരം കൊണ്ട് നിറഞ്ഞ, തിന്മ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തെ മറന്നു ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മണിക്കൂറിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം, എൻ്റെ അവസ്ഥ ഇന്നെന്താണ്? എങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നത്? ഏത് വിധത്തിലാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്? എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആഴമായിട്ട് ചിന്തിക്കുക. നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവത്തെ, എൻ്റെ സ്വാർത്ഥതയെ, എൻ്റെ അഹങ്കാരത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈശോയിൽ നിന്ന് നിഷ്കളങ്കമായൊരു വ്യക്തി, ഒരു ശിശുഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റം തരണമേ. കർത്താവായ ദൈവമേ, എന്നിലുള്ള തിന്മകളെ അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് വിശുദ്ധിയുള്ള ഹൃദയം എനിക്ക് തരണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അഭിഷേകം എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.